മക്കളുടെ ബർക്കത്ത് 5 കാര്യമാണ്. 5 കാര്യം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട തന്നെയാണ്. മക്കളുടെ ബർക്കത്ത് പറഞ്ഞാൽ 5 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ മക്കൾ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. ആഗ്രഹിച്ച് കിട്ടിയാലേ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ആഗ്രഹിക്കാത്ത കിട്ടിയ ഒരു സാധനത്തിനും ബർക്കത്ത് പറയും. ഒരാൾക്കൊരു വിഷയത്തോട് ആഗ്രഹം വേണം, അപ്പോഴാണ് ബർക്കത്ത് ഉണ്ടാവുക. മക്കളോട് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാണ്, അപ്പോൾ ആഗ്രഹിച്ച് കിട്ടിയാൽ ബർക്കത്ത് ഉണ്ടാവും. നമ്മളെ മക്കൾ ആഗ്രഹിച്ച് കിട്ടിയത് തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടി വരും. എന്നൊക്കെ ചെക്കന്മാരൊക്കെ കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം 3 കൊല്ലത്തിന് കുട്ടി വേണ്ടെന്നാണ്. അപ്പോൾ കിട്ടിയാൽ പിന്നെ എങ്ങനെ ബർക്കത്തുണ്ടാവുക? വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കിട്ടിയത്. വേണമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ കിട്ടിയാലേ ബർക്കത്തുണ്ടാവുള്ളൂ. ആഗ്രഹിച്ച് കിട്ടിയതല്ല. ഇതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ ബർക്കത്തുണ്ടാവാൻ രണ്ടാമതായി ചെയ്യേണ്ടത് ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ചുള്ള പേരിടണം. കുട്ടികളെ കൊണ്ട് എന്താ ഉദ്ദേശിച്ചാൽ അതിനനുസരിച്ചുള്ള പേരിടണം. കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഓനെ ഹാഫിളാക്കായിരുന്നു എന്ന് ആലോചിക്കല്ല. ആദ്യം തന്നെ ഹാഫിളാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പേരിടണം. അങ്ങനെയാണ് ഉദ്ദേശത്തിനനുസരിച്ച്. അതിന് കുട്ടിയൊക്കെ പേരിടുന്നിടത്ത് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മളെ പീടിയൊക്കെ പേരിടുകയാണെങ്കിലും ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം. ഇനി കോഴിക്കടക്ക് പേരിടുകയാണെങ്കിലും ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം. പേരിനനുസരിച്ചാണ് ഉണ്ടാവുക. പേര് പോയാൽ എല്ലാം പോയി. അങ്ങനെയാണ്. ഹോട്ടലിൽ കയറുമ്പോൾ ആദ്യം പേര് നോക്കണം. ബർക്കത്തുള്ള പേരാണെങ്കിൽ കയറാം, അവിടെ ബർക്കത്തുണ്ടാവും. സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ പേരൊന്നും ആദ്യം നോക്കണം. ബർക്കത്തുള്ള പേരാണെങ്കിൽ എല്ലാത്തിനും ബർക്കത്തുണ്ട്. ഒരാളെ കണ്ടാൽ പേര് ചോദിക്കണം. 2 കാര്യമുണ്ട്. ഒരു കാര്യം എന്താ വെച്ചാൽ ബർക്കത്തുള്ള പേരാണോ അല്ലേ എന്ന് അറിയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ദുനിയാവിൽ നിന്ന് പേര് ചോദിച്ച എല്ലാവരെയും മഹ്ശറിൽ നിന്ന് കാണാൻ അവസരം ഉണ്ടാവുന്നതാണ്. ദുനിയാവിൽ നിന്ന് കണ്ടുമുട്ടുമ്പോൾ പേര് ചോദിച്ച എല്ലാ ആൾക്കാരെയും മഹ്ശറിൽ നിന്ന് കാണാൻ അവസരം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവരും കൂടിയും പേര് ഓർക്കാനൊന്നും കഴിയൂല. എന്നാലും വെറുതെ ഒന്ന് ചോദിക്കണം, എന്താ പേര്? നല്ലതാണ്. അപ്പോൾ പേര് വളരെ പ്രധാനമാണ്. ലക്ഷ്യത്തിനനുസരിച്ച പേരിടുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ് എന്ന് കരുതിയിട്ടിടണം. ഉമർ ഖത്താബിന്റെ പേരാണ് എന്ന് കരുതിയിടണം. വല്യാപ്പാന്റെ പേരാണെന്ന് കരുതിയിട്ടാൽ വല്യാപ്പാന്റെ ഗുണം ഉണ്ടാവുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണെന്ന് കരുതിയിട്ടാലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരാണെന്ന് കരുതിയിട്ടാലേ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ അങ്ങനെയൊന്നുമല്ല നോക്കൽ. ഉമ്മാൻ്റെ പേരിന്ന് 1 അക്ഷരം വാപ്പാൻ്റെ പേരിന്ന് 2 അക്ഷരം എടുത്തിട്ട് ഒരു പുതിയ പേരുണ്ടാക്കി. അപ്പോൾ ഹം ഹിം ഹും എന്ന് കിട്ടിയാൽ അതന്നെ. എന്നിട്ട് പിന്നെ പള്ളിക്കത്തെ ഉസ്താദിനോട് വന്നിട്ട് ചോദിക്കും, ഉസ്താദേ ഹം ഹിം ഹും എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഏത് ഡിക്ഷണറി തിരഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിട്ടുക? ഒരു സംഗതി അറബിയിലുള്ളൊരു വാക്കാണെങ്കിൽ ഉള്ളത് തിരഞ്ഞാൽ കിട്ടുള്ളൂ. എന്നാൽ പിന്നെ അറബിയിൽ അങ്ങനെ ഒരു വാക്കില്ല എന്ന് പറഞ്ഞാൽ മൂപ്പര് മോശക്കാരനായി. അറബിയിലില്ലത്രേ. എന്താ അപ്പോൾ ഹാ എന്നുള്ളത് അറബിയല്ലേ, ഹീ എന്നുള്ളത് അറബിയല്ലേ, ഹൂ എന്നുള്ളത് അറബിയല്ലേ എന്നാ മൂപ്പര് ചോദ്യം. ഹാ ഹീ ഹൂ എന്ന് അറബി അയച്ചിട്ട് അറബിയിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടാവുമെന്നില്ല. അതെല്ലാ ഭാഷയിലുണ്ട്. മലയാളത്തിലുണ്ട്. മലയാളത്തിലുണ്ട് അങ്ങനെ. ചെന്തുക്കാരൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? പോത്താമ്പി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? അതൊന്നും കിട്ടൂല. മലയാളം നിന്ന് പോ എന്നുള്ളത് മലയാളമല്ലേ ചോദിച്ചാൽ അത് മലയാളം തന്നെയാണ്, അതിനർത്ഥം ഉണ്ടാവില്ല. അങ്ങനെ കുറേ വാക്കുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കൂട്ടി കണിച്ചാണ്ട് ഒരു വാക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ അർത്ഥം ആലോചിച്ചെടുക്കണേക്കാൾ നല്ലത് എത്ര നന്ന് നിങ്ങളെ പേരിലുണ്ടോ തിരഞ്ഞു നോക്കിയാൽ. ഇപ്പം പിന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ പഴയ പേരുകളൊക്കെ മടങ്ങി വരുന്നുണ്ട്. ആമിന, ആയിഷ, അങ്ങനെ മൈമൂന, ഫാത്തിമ. എന്നാലും നമ്മൾ ഫാത്തിമ ബീവിൻ്റെ പേരാണ് എന്ന് കരുതിയിടൂല. പുതിയ ഫാഷനാണെന്ന് കരുതിയിട്ടിടുള്ളൂ. ലക്ഷ്യം വളരെ പ്രധാനമാണ്. ലക്ഷ്യത്തിനനുസരിച്ച് പേരിടണം. അപ്പോൾ ഇടണമൊക്കെ ആമിന തന്നെയാണെങ്കിൽ പോലും ആമിന എന്നിടുമ്പോഴും ഇപ്പം അതാണ് ഫാഷൻ എന്ന് കരുതിയിട്ടാണ് ഇടുന്നത്. അല്ലാതെ ആമിന ബീവിൻ്റെ പേരാണെന്ന് കരുതിയിട്ടോ ഫാത്തിമ ബീവിൻ്റെ പേരാണെന്ന് കരുതിയിട്ടോ അല്ല ഇടുന്നത് എന്നതാണ് പ്രശ്നം. അപ്പോൾ രണ്ടാമത്തത് ഉദ്ദേശങ്ങൾക്കനുസരിച്ച് പേരിടണം. മൂന്നാമത്തെ കാര്യം കുടുംബജീവിതം ബർക്കത്തുണ്ടാവാനും അതന്നെ പ്രധാനമാണ്. മക്കളിൽ ബർക്കത്തുണ്ടാവാനും അതന്നെയാണ്. ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊടുക്കണം എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബാവണം. ഭക്ഷണം ഹലാലായാൽ പോരാ, ത്വയ്യിബാവണം. എല്ലാ ഹലാലും ത്വയ്യിബാവില്ല. ജീവൻ നിലനിൽക്കാൻ വേണ്ടി പന്നിമാംസം തിന്നൽ ഹലാലാകും, ത്വയ്യിബാവില്ല. ജീവൻ നിലനിൽക്കാൻ ഒരാൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഒരു ചത്ത പന്നി അടക്കുന്നുണ്ട്, അതിൻ്റെ ഇറച്ചി തിന്ന ഹലാല, ത്വയ്യിബാവില്ല. അത് അങ്ങനെ ത്വയ്യിബാവുക. ത്വയ്യിബാണെങ്കിൽ കുറച്ച് പണിയുണ്ട്.
അപ്പം അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബാവണം. നമ്മളെ വരുമാനങ്ങളൊക്കെ തൊയ്യിബ് തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കണം. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ തൊയ്യിബാവില്ല. യത്തീമിൻ്റെ മുതൽ പറ്റിച്ചത് തൊയ്യിബാവില്ല. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത് തൊയ്യിബാവില്ല. റോട്ടുമെന്ന് ഇങ്ങോട്ട് തിരക്കിയത് തൊയ്യിബാവില്ല. അങ്ങേപ്പുറത്തുള്ളവൻ്റെ അതിര് നീക്കിയത് തൊയ്യിബാവില്ല. അതൊന്നും തിന്നിട്ട് മക്കളും കുട്ടികളും നേരാവില്ല, ഭാര്യ നേരാവില്ല, മക്കൾ നേരാവില്ല. തൊയ്യിബായ ഭക്ഷണം കൊടുക്കാതെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവില്ല. തൊയ്യിബായ ഭക്ഷണം വളരെ പ്രധാനമാണ്. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ ബർക്കത്തില്ല. പെണ്ണുങ്ങളെ ഇഷ്ടമില്ലാതെ ഓളെ കമ്മൽ വിറ്റത് ബർക്കത്തില്ല. സ്ത്രീകളുടെ ഇഷ്ടമില്ലാതെ ആഭരണം എടുത്ത് വിറ്റാൽ ബർക്കത്തുണ്ടാവില്ല. ജായിസൊക്കെ തന്നെ ഇക്കാരം ചിലപ്പം, പക്ഷേ ബർക്കത്തുണ്ടാവില്ല. എല്ലാ ജായിസായി എഴുതിയിട്ട് ബർക്കത്തുണ്ടാവില്ല. 5 വക്തിനും പള്ളിക്ക് കൂടും. സുബഹിക്ക് ജമാഅത്തിന് മുടങ്ങാതെ പങ്കെടുക്കും. സുബഹി ജമാഅത്ത് കഴിഞ്ഞിട്ട് ഒരു പേജ് ഖുർആൻ ഓതും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്നിച്ചിങ്ങാണ്ട് ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാനിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വെക്കും. തൊയ്യിബാവില്ല. തന്നെ സംഗതി തന്നെ ഞാൻ പറഞ്ഞ കാര്യം. അവനാണ് നിന്നാൻ പറ്റിയതോ വേറെ കൊടുക്കുക. ഇത് അവനാണ് നിന്നാൻ പറ്റാത്ത കോലത്തിൽ. എന്നിട്ട് പിന്നെ അതിനുള്ള വരുമാനത്തിൽ നിന്ന് പിന്നെ 250 റുപ്യ കുട്ടികൾ സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടി മദ്രസയ്ക്ക് അവൻ്റെ ഈ പറ്റിച്ച മുതലിട്ടിട്ട് വേണമല്ലോ. മദ്രസക്ക് അവൻ്റെ 250 ഇട്ടായിട്ട് ഇവിടെ ആകെ പ്രശ്നത്തിലാണ്. അതൊന്നും വേണ്ട. കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യം ചെയ്യേണ്ട കാര്യം അവനാൻ്റെ പെണ്ണേക്കും കുട്ടിയേക്കും തിന്നാൻ കൊടുക്കണത് ഹലാലും തൊയ്യിബായിരിക്കണം. ഹലാലായാൽ പോരാ, തൊയ്യിബാവണം. ദോറുസ്കാരം കഴിഞ്ഞിട്ട് പെരേക്ക് ഇങ്ങനെ പോകുമ്പോൾ കുഞ്ഞാമ്മേൻ്റെ തൊടുന്ന് മൂവാണ്ടമ്മൂച്ചി റോട്ടുമൊക്കെ ചാഞ്ഞിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പച്ചമാങ്ങ വീണെടുക്കുന്നുണ്ട്. അതൊന്ന് എടുത്തുകൊണ്ടിങ്ങാണ്ട് മീന്തലിട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ചിട്ട് തിന്നു. കുഴപ്പമൊന്നുമില്ല. ആ ഒരു മൂവാണ്ടം മാങ്ങ എന്നിപ്പോൾ കുഞ്ഞാമ്മ തിരഞ്ഞെടുക്കണില്ല. ഓനത് ഇഷ്ടമുണ്ടാകും, ഹലാലാകും. തൊയ്യിബാകണമെങ്കിലേ അസറുക്കാരത്തിന് കുഞ്ഞാമ്മിനെ കാണുമ്പോൾ പറയണം, കുഞ്ഞാമ്മതേ എൻ്റെ മൂവാണ്ടമ്മൂച്ചിമെന്നൊരു മാങ്ങ റോട്ടുമ്മക്ക് ചാടിക്കടന്നിരുന്നു, ഞാൻ എടുത്തുകൊണ്ടുപോയിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുഞ്ഞാമ്മത് പറയണം, മയമുട്ടിയെ കൊണ്ടുപോയതും പൊരുത്തപ്പെട്ടു, ഇനി കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോയിക്കളോണ്ടു അതും പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ സംഗതി. ഓക്കെ, ഇതങ്ങനെയല്ലേ? ഇതെങ്ങനെ വെച്ചാൽ നിങ്ങളിപ്പോൾ കല്യാണത്തിന് പറയാം, ഞാൻ പിന്നെ വരാൻ മറക്കണ്ടെന്നും കരുതിങ്ങാണ്ട് പോന്നതാണ് എന്ന് പറഞ്ഞാണ്ട് തിന്ന ഹലാലാവും, തൊയ്യിബാവില്ല. അഭിമാനം പോയാൽ തൊയ്യിബാവില്ല. അഭിമാനം നഷ്ടപ്പെട്ടാൽ ഒരു മുതൽ തൊയ്യിബാവില്ല. ഭക്ഷണത്തിൽ അത് വളരെ പ്രധാനമാണ്. അഭിമാനം വളരെ പ്രധാനമാണ്. അഭിമാനമതിന് ക്ഷതം വരും വെള്ളം കുടി, എന്നാലൊഴിക്കും അന്നു ഞാനാ നടപടി. സയ്യിദുനാ ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അഭിമാനമുള്ള ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ, അഭിമാനമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഭക്ഷണത്തിൽ അഭിമാനം വളരെ പ്രധാനമാണ്. നമ്മളെ തൊയ്യിബ് വൈസി ഒരിക്കലും അനുഭവം പറഞ്ഞു. നമ്മളെ ഐദറുസ് ഉസ്താദിൻ്റെ തൊയ്യിബ് വൈസി, SYS ൻ്റെ ജില്ലാ പ്രസിഡന്റ് തൊയ്യിബ് വൈസി ഒരു അനുഭവം പറഞ്ഞു. ഒരു ദിവസം പിന്നെ മോല് ജാമ്യയിൽ പഠിക്കണ കാലത്ത്, പട്ടിക്കാട് കോളേജിൽ പഠിക്കണ കാലത്ത്, അന്ന് ജാമ്യൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് രാത്രി പോസ്റ്റർ ഒട്ടിക്കാനും ബാനർ കെട്ടാനൊക്കെ പോകും. പോസ്റ്ററും ബാനറൊക്കെ കെട്ടാൻ വേണ്ടി പോകും. അപ്പം അങ്ങനെ പോയി വരുമ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ക്യാൻറ്റീൻ നടത്തുന്ന ആൾ ചോറെടുത്തേക്കും. ബാനർ കെട്ടാനൊക്കെ പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എടുത്തേക്കും. അപ്പോൾ ഒരു ദിവസം സമ്മേളനത്തോടനുബന്ധിച്ച ദിവസം രാത്രി പോലെ ഇങ്ങനെ പുറത്ത് പോയി ബാനറും പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ വരുമ്പോൾ നേരം വെക്കി. അപ്പോൾ ഐദറുസ് ഉസ്താദ് ക്യാൻറ്റീനിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ തൊയ്യിബ് വൈസിയും ഒപ്പമുള്ള ആൾക്കാരും ക്യാൻറ്റീനിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ ക്യാൻറ്റീനിൻ്റെ നടത്തിപ്പുകാരൻ, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ പറഞ്ഞു, ഉത്തരേ ചോറ് കഴിക്കാൻ വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ വന്ന് ചോറ് കഴിക്കണ്ടേ, മനസ്സിനടങ്ങാറാക്കാൻ നിങ്ങൾ വന്ന് വേയിച്ച് പോയിട്ട് വേണം മനുഷ്യന് പാത്രം എടുത്ത് ചെയ്യേണ്ടൊന്ന് പോയി കിടക്കാൻ എന്ന് പറഞ്ഞത് ഐദറുസ് ഉസ്താദ് കേട്ടു. തൊയ്യിബ് വൈസി ഇങ്ങനെ ഉള്ളിലേക്ക് പോയി. ഐദറുസ് ഉസ്താദ് പുറത്തേക്കും പോന്നു. ജാമ്യൻ്റെ മുമ്പിൽ വലിയൊരു ചീനിമരമുണ്ട്. ആ ചീനിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു കുട്ടിനെ വിളിച്ചിട്ട്, നിങ്ങൾ തൊയ്യിബിനെ അറിയുമോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. തൊയ്യിബ് ആ ക്യാൻറ്റീൻ്റെ ഉള്ളിലുണ്ടാവും, വാപ്പ വിളിച്ചിട്ടുണ്ട് എന്ന് പറയാറ്. അങ്ങനെ പോയപ്പോൾ തൊയ്യിബ് വൈസി ഇങ്ങനെ ചോറ് കഴിക്കാൻ ഒരുങ്ങാണ്, വാപ്പ വിളിക്കുന്നുണ്ട് പറഞ്ഞു.
വന്നപ്പോൾ ചോദിച്ചു എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞു. എന്നാൽ ഹോട്ടലിൽ പോയി തിന്നോ പറഞ്ഞു. അഭിമാനം കളഞ്ഞാൽ പിന്നെ ഭക്ഷണം തൊയ്യിബാവൂല. ഏറ്റവും നല്ല ഉദാഹരണം ഭക്ഷണത്തിൽ അഭിമാനമുണ്ടായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. ഇതെന്താ വെച്ചാൽ നമ്മൾ സാധു ആകാൻ അപേക്ഷ കൊടുക്കുക. ഗവൺമെൻറ് പറഞ്ഞു എന്ത് നിങ്ങൾ മലയാളിയാണ് എന്ന് വെള്ളക്കാരുടെ. അപ്പോൾ നമ്മൾ വരി എന്ന അപേക്ഷ കൊടുക്കുക. എന്ത് ഫക്കീർ ആവാനുള്ള അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുക. എന്താ നമ്മൾ ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം കിടപ്പുണ്ട്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗിയാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം കിടപ്പുണ്ട്. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ 25,000 ഇങ്ങനെ എല്ലായിടത്തും കൂടി നടന്നിട്ട് കുറച്ച് കായൊക്കെ കിട്ടി, കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ കിട്ടി. അതിങ്ങനെ എണ്ണി വെക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ മടക്കിങ്ങാണ്ട് കീശയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് പഠിച്ചോനെ ഈ കൊല്ലത്ത് 25,000 ലോക്ക്ഡൗണിൽ പെട്ടതിനാൽ എല്ലായിടത്തേക്കും എത്താൻ പറ്റിയില്ല റബ്ബേ, വളരെ നേരത്തെ ഇറങ്ങാനും പറ്റിയില്ല. അടുത്തല്ലത്തെ 25,000 ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി തോന സക്കാത്ത് തരണേ റബ്ബേ. ഓൻ്റെ കൽബ് എന്താ അതിൻ്റെ അർത്ഥം? അടുത്തൊല്ലത്തെ 25,000 ഇങ്ങനെ തെണ്ടിക്കണേ എന്നല്ലേ. ഓൻ എന്താ അതൊന്നും മറിച്ച് തോരുന്നൂടെ? പഠിച്ചോനെ ഈ കൊല്ലത്തെ 25,000 ആൾക്കാരുടെ മുമ്പിൽ സക്കാത്തിന് കൈ നീട്ടേണ്ട അവസ്ഥ എനിക്കുണ്ടായി. അടുത്തൊല്ലത്തെ 25,000 സക്കാത്ത് കൊടുക്കാനുള്ള ഒരവസ്ഥ എനിക്ക് നീ തരണേ റബ്ബേ എന്ന് തോർന്നിരുന്നെങ്കിൽ അല്ലാഹു തആല അത് തരായിരുന്നോ? തരേ. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ അവൻ ഫക്കീറാവാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രശ്നം കിടപ്പുണ്ട്. അതുകൊണ്ട് നല്ലോണം നമ്മൾ ആലോചിക്കണം കാര്യങ്ങളെ. ബറക്കത്ത് വളരെ പ്രധാനമാണ്. ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. നമ്മൾ കഴിക്കുന്നതും അങ്ങനെ തന്നെയാണ്, വേറാക്ക് കൊടുക്കുന്നതും അങ്ങനെ തന്നെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും തൊയ്യിബായ ഭക്ഷണമായിരിക്കണം. മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും തൊയ്യിബായ ഭക്ഷണമായിരിക്കണം. വരുമാനം കുറേ ഉണ്ടാവും, ഒക്കെ തൊയ്യിബാവില്ല. വലിയ വലിയ രാജാക്കന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ലോകത്ത്. അമ്പിയാക്കളിൽ തന്നെ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഓലൊക്കെ വജീനത്തിന് വേണ്ടി കൈത്തൊഴിൽ ചെയ്തു. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. ദാവൂദ് നബി അലൈഹി സ്വലാം രാജ്യം ഭരിച്ച ആളാണ്. മഹാനവറുകൾ വജീനം കഴിക്കാൻ വേണ്ടി ഇരുമ്പിന്റെ നൂല് കൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കാനുള്ള കുപ്പായം പടയങ്കി ഉണ്ടാക്കിയിട്ട് അത് വിറ്റിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. രാജ്യം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്താ ജീവിതം യാ സാഹിബി. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം ഭരിച്ച രാജാവാണ്. കൊട്ടയുണ്ടാക്കിയാണ് മഹാനവറുകൾ ജീവിച്ചിരുന്നത് എന്ന് കാണാം. അപ്പം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബായിരിക്കണം. എന്നാലേ മക്കൾ നേരാവുള്ളൂ, എന്നാലേ ഭാര്യ നേരാവുള്ളൂ, ഭർത്താവ് നേരാവുള്ളൂ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നല്ലവർക്ക് പോകുള്ളൂ. കണ്ണഞ്ചിരട്ട എടുത്തുങ്ങാണ്ട് അങ്ങാടി കൂടെ തെണ്ടിയിട്ട് ₹1 വാങ്ങിയിട്ട് ജീവിക്കലാണ് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്നർത്ഥം. അപ്പോൾ വരുമാനം ഹലാലായിരിക്കണം, വരുമാനം തൊയ്യിബായിരിക്കണം. നാലാമത്തെ കാര്യം, ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ദീനിയായ ഇൽമ പഠിപ്പിക്കണം, ദുന്യവിയായ ഇൽമ പഠിപ്പിക്കണം, രണ്ടും പഠിപ്പിക്കണം. വിദ്യാഭ്യാസത്തിൽ വെച്ച് ഏറ്റവും വലിയ വിദ്യാഭ്യാസം ജീവിക്കാനുള്ള വിദ്യാഭ്യാസമാണ്. വിവരത്തിൽ വെച്ച് ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ്. മുസ്ലിമായി ജീവിക്കാനുള്ള വിവരം അതിലെല്ലാം പെടും. നിക്കാരും പെടും, നോയമ്പും പെടും, കച്ചവടം പെടും, ഇടപാടുകൾ പെടും, സാമ്പത്തിക ഇടപാടുകൾ, ജിനായാത്തുകൾ, മുനാക്കഹാത്തുകൾ എല്ലാം പെടും. ജീവിക്കാനുള്ള വിജ്ഞാനമാണ് ഏറ്റവും വലിയ വിവരം. കുറേ വിവരമുണ്ട്, ഓന് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ്. അതുകൊണ്ട് രണ്ടും പഠിപ്പിക്കണം, ദീനും പഠിപ്പിക്കണം, ദുനിയാവും പഠിപ്പിക്കണം. ദുനിയാവ് എത്രയാണോ പഠിക്കുന്നത് അത്ര ദീനും പഠിപ്പിക്കണം. ദുനിയാവ് 3-ാം ക്ലാസ് ഉള്ളെങ്കിൽ ദീനും 3-ാം ക്ലാസ് ആയ വലിയ കുഴപ്പമൊന്നും പറ്റൂല. അവിടെ പെണ്ണുങ്ങൾ വർത്താനം പറയണ്ടോ അടച്ചോന്? കുട്ടികളെ, പെൺകുട്ടികളെ, ലോ ചെറിയ കുട്ടികളേക്കാരം വലിയൊരു വർത്താനം പറയില്ലല്ലോ. ചെറിയ കുട്ടികളേക്കാരം, ചെറിയ കുട്ടികളെ, ചെറുതിൻ്റെ നേരെ വലിയ കുട്ടികളെ
ഉണ്ടായിരിക്കും. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഭക്ഷണം ഹലാലും തൊയ്യിബുമായിരിക്കണം എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. വിവരം ഉണ്ടായില്ലെങ്കിൽ ബറക്കത്തുണ്ടാവില്ല. ജീവിക്കാനുള്ള വിവരമാണ് ഏറ്റവും വലിയ വിവരം, അതുണ്ടാവണം. ദീൻ എത്രയാണോ പഠിക്കുന്നത് അത്ര ദുന്യാവും പഠിച്ചോട്ടെ, ദുന്യാവ് എത്രയാണോ പഠിക്കുന്നത് അത്ര ദീനും പഠിക്കണം. ദുന്യാവ് പഠിച്ച് അവസാനം MBBS ആയി. ദീൻ അപ്പോഴും 3ാം ക്ലാസ് ആണെങ്കിൽ എന്തിനാ ഈ നിൽക്കാരൊക്കെ എന്ന് തോന്നും. 2-3 ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല വിശ്വാസിക്കാരം, അല്ലെങ്കിൽ യുക്തിവാദിയാവും, അല്ലെങ്കിൽ നിരീശ്വരവാദിയാവും തന്നെ. അപ്പോൾ ഭൗതിക വിജ്ഞാനം എത്രത്തോളം ഉണ്ടോ അത്ര ദീനി വിജ്ഞാനം ഉണ്ടായിരിക്കണം. കാരണം അല്ലമൽ ഇൻസാന മാലം യഅലം എന്നതാണ് ശരീഅത്തിന്റെ നിയമം, ഖുർആനിന്റെ നിയമം. മനുഷ്യന് അറിയാത്തത് പഠിപ്പിക്കുക. ഒരു മനുഷ്യൻ്റെ അറിവ് എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അതിൻ്റെ അപ്പുറമായിരിക്കും ഖുർആനിൻ്റെ അധ്യാപനം. അതുകൊണ്ട് ഭൗതികമായ വിജ്ഞാനം എത്രയുണ്ടോ അതിനപ്പുറത്തേക്ക് ദീനിയായ വിജ്ഞാനം ഉണ്ടായിരിക്കണം. സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രധാനിയായിരുന്ന മൗലാന ഷൗക്കത്ത് അലിയോട് തൻ്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, എത്രേ മോനെ, നിന്റെ വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിജ്ഞാനം, നിന്റെ വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള വിവരമായിരിക്കണമെന്ന് എപ്പോഴും പറയും. അതുകൊണ്ട് തന്നെ ഷൗക്കത്ത് അലിക്ക് ഒരു പണി ഉണ്ടായിരുന്നു. ഷൗക്കത്ത് അലി എന്തെങ്കിലും ഒരു പുതിയ വിഷയത്തെക്കുറിച്ച് പഠിച്ചാൽ, ഇപ്പം ഈ സാധനത്തിൻ്റെ പേര് മൈക്രോഫോൺ എന്നാണ് എന്ന് പഠിച്ചാൽ ഉടനെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് നബിതങ്ങളെ പറ്റി പുതിയ എന്തെങ്കിലും ഒരു വിവരം പഠിക്കും. വിവരത്തിൽ ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള വിവരമായിരിക്കണം എന്നതുമാതിരി നമുക്ക് ഭൗതികമായുള്ള വിജ്ഞാനം എത്ര കൂടുന്നുവോ അതിനനുസരിച്ച് ദീനീ വിജ്ഞാനം കൂടിയില്ലെങ്കിൽ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആയി മാറാൻ എളുപ്പമാണ്. ലോകത്ത് ആകെ നമ്മൾ പരിശോധിച്ചാൽ 2 തരം അഭിപ്രായക്കാരാണുള്ളത്. ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, അതിൽ ഈമാൻ കൊള്ളുന്ന മതവാദികൾ, മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗം മെറ്റീരിയലിൽ വിശ്വസിക്കുന്ന ആളുകൾ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ലോകത്താദ്യമായി ശിർക്ക് വന്നിട്ടുള്ളത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പരിശോധിച്ചാൽ ലോകത്താകെ 2 വാദക്കാർ മാത്രമേ ഉള്ളൂ. ഒന്ന് അള്ളാഹു ഉണ്ട് എന്ന വാദക്കാരും രണ്ടാമത്തേത് മെറ്റീരിയലിൽ വാദിക്കുന്ന ആൾക്കാരും. മെറ്റീരിയലിസം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നതും ഒന്ന് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നതും. അതായത് അല്ല ഉണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടരും അല്ല ഇല്ല, ഇതിങ്ങനെ കഴിഞ്ഞുകൂടും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ കൂടി ചെമ്പും ഇരുമ്പും ഈയവും ഫോസ്ഫറസും പല സാധനം കൂടിയാണ്ട് മനുഷ്യനായി. കുറേ കഴിഞ്ഞാൽ മരിക്കും, മരിച്ചാൽ മണ്ണ് കൊണ്ടക്കും, മണ്ണ് കൊണ്ടുവച്ചാൽ ഇങ്ങനെ പയമാതിരി തന്നെ ഇരുമ്പോട് ചേരും, മണ്ണോട് ചേരും, ഈയത്തോട് ചേരും, ഒക്കെ കൂടിയാണ്ട് തുമ്പില്ലാതാവും. അങ്ങനെ പഴയതുപോലെ ആകും, അങ്ങനെ അവസാനിക്കും എന്നൊരു വാദക്കാരും അല്ല. മണ്ണിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്, മരിക്കും, രണ്ടാമതും അവരെ ഹയാത്താക്കും എന്ന മതവിശ്വാസികളും. ലോക ചരിത്രത്തിലാകും ഇങ്ങനെ 2 അഭിപ്രായക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 അഭിപ്രായം ഒരേ അളവിൽ ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. ഭൗതികം പഠിക്കുന്നതിനനുസരിച്ച് മതം പഠിക്കണം. എത്ര കണ്ട് പഠിക്കുന്നുവോ, +2 വരെ സ്കൂളിൽ പോവുകയാണെങ്കിൽ +2 വരെ മദ്രസയിൽ പോകണം. അല്ല 4ാം ക്ലാസ് നിർത്തുകയാണെങ്കിൽ 2 നിർത്തിക്കോളി, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നിസ്കരിക്കാനും നോയമ്പെടുക്കാനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ്. ചില വിഷയങ്ങളിൽ നമുക്ക് ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ആദ്യം തീരുമാനിക്കേണ്ട പല കാര്യം നമ്മൾ അവസാനം തീരുമാനിക്കും. അങ്ങനെയുണ്ട്.
ആദ്യം തീരുമാനിക്കേണ്ട പല കാര്യം അവസാനം തീരുമാനിക്കും. ഒരാൾക്ക് 3 ആൺകുട്ടികളുണ്ടായിട്ട് ഒരാൾക്കും എൻ്റെ പേരിട്ടിട്ടില്ലെങ്കിൽ അവൻ നാളെ മഹ്ശറയിൽ എന്നെ കാണാൻ ശ്രമിക്കരുത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കസാല ഇല്ലാച്ചിട്ടാണ് നിൽക്കണ വെച്ചാൽ ഇവിടെയൊക്കെ കസാലകളുണ്ട്. നിങ്ങളിങ്ങനെ വയ്യിൽ നിൽക്കുമ്പോൾ ഒരു സുഖമില്ല. അതിന് സംഗതി ഞാൻ പിന്നെ കുറേ നേരത്തിന് പറയാതിരുന്നതാണ്. നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ റാഹത്തായിരുന്നു. മജ്ലിസുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം എന്നാണ്, നിൽക്കുന്ന സ്ഥലം എന്നല്ല. ഇൽമ് കേൾക്കാൻ ഇരിക്കുന്ന സ്ഥലം സ്വർഗത്തോപ്പാകുന്നു എന്നാണ് മജ്ലിസിൻ്റെ അർത്ഥം, നിൽക്കുന്ന സ്ഥലം എന്നല്ല. അതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ തന്നെ നിന്നോളി, കാലിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണെങ്കിൽ നിന്നോളി. അല്ലാത്തവരാണെങ്കിൽ ആ വഴിയിൽ നിന്ന് പോന്നാൽ അതൊരു റാഹത്താണ്. പൊതുവെ വഴിയിൽ നിൽക്കുന്നത് ഒരു സുഖമില്ല എന്നാണല്ലോ. വഴി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലം ആണ് വഴി. പഴയ കാലത്ത് തള്ളാരൊക്കെ പറയലുണ്ട് ഉമ്മരപ്പടിമ ഇരിക്കരുത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് ചെയ്ത്താൻ്റെ മക്കാമാണ് എന്നാണ്, പിശാച്ചിൻ്റെ മക്കാമാവുന്നു. അതുകൊണ്ടാണ് വഴിവക്കിലിരിക്കുന്നവരെ നമ്മൾ ആക്ഷേപിക്കും, വഴിയിലിരിക്കുന്ന ആളുകൾ. അപ്പോൾ വഴി ഒരു സുഖമില്ല. വഴിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് കാണുന്നവർക്ക് കൂടി ബോധ്യപ്പെടുന്ന കാരണമുണ്ടായിരിക്കണം എന്നാണ്. ഇപ്പോൾ ഒരാൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് തൊള്ളിയും പൊളിച്ചിട്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ മീൻകാരനെ കാത്തിക്കാണ്, ഒപ്പ വരും എന്ന് പറഞ്ഞാൽ കേൾക്കണവനും മനസ്സിലായി, ആ ശരിയാണ്, മോട്ടോർ സൈക്കിളിൽ വരുന്ന മീൻകാരനാണ്, ആളുണ്ടായില്ലെങ്കിൽ ഓൻ ഷൂ നന്നാണ്ട് പോകും, ഇന്ന് മീൻ കിട്ടൂല, അപ്പോൾ അവിടെ നിൽക്കേണ്ട തന്നെയാണ് എന്ന് തോന്നണം. അല്ലെങ്കിലോ നഴ്സറിക്ക് പോയ കുട്ടിനെ കാത്തിക്കാണ്, അപ്പോൾ കേട്ട ആൾക്കും മനസ്സിലായി ശരിയാണ്, അതിവിടെ നിൽക്കേണ്ട തന്നെയാണ്, അല്ലെങ്കിൽ കുട്ടി പ്രശ്നമാകുമല്ലോ എന്ന് ഒഴിച്ചു. ഇങ്ങനെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ കേൾക്കണവർക്ക് കൂടി മനസ്സിലാണ് ഇവിടെ നിൽക്കേണ്ടത് തന്നെയാണ്. സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ എന്താണ് ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ, അല്ല ഞാൻ വേറെ പണിയൊന്നുമില്ല അപ്പം ഇങ്ങോട്ട് പോകുന്നതാണ് എന്ന്. ഒരു പണിയില്ലാത്തവർക്ക് പോയിക്കാനുള്ള സ്ഥലമല്ല അവിടെ. ഒരു പണിയില്ലാത്തവർക്ക് നിൽക്കാനുള്ള സ്ഥലം പെരയാണ്. അവനാരുടെ പെരയിൽ എന്താ വെച്ചാൽ പെരയിൽ ഇങ്ങനെ നിൽക്കണു, ഒരു പണിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നതാണ്, ഒരു കുഴപ്പമില്ല. അങ്ങാടിയിൽ നിൽക്കാൻ കാരണം വേണം. അപ്പോൾ വഴി എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. തള്ളാർ പറഞ്ഞത് ശരിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത തറദ്ദുദ് വസ്വാസ് എന്നതിനാ പറയാം. അല്ലാതെ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതിരിക്കുക. അതിനിപ്പോൾ വെള്ളിയാഴ്ച പള്ളിയേക്ക് വന്നാലും പറ്റൂല, അതിനിപ്പോൾ കമ്മിറ്റിക്കാരൻ തന്നെയാണെങ്കിലും പറ്റൂല വാതിലേക്ക് ഇരിക്കാനും. അല്ല, ഓൽക്ക് വേറെ നിയമമൊന്നുമില്ല, ഓൻ കമ്മിറ്റിക്കാരൻ തന്നെയാണെന്ന് വിചാരിക്കുക, എന്നാലും വാതിലേക്ക് ഇരുന്നാൽ അത് പിശാച്ചിൻ്റെ മക്കാം തന്നെ ആവുന്നു. അതുകൊണ്ട് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയിരിക്കണം, ഉള്ളിൽ കടന്നിരിക്കണം. നമ്മളെല്ലാ കാര്യത്തിലും അങ്ങനെയല്ലോ. അപ്പം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എവിടെ ചെന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം, 2 സ്ഥലത്ത് നിൽക്കരുത്. ഒന്ന് ഇൽമിൻ്റെ മജ്ലിസിലും, 2 നിക്കാഹിൻ്റെ മജ്ലിസിലും. നിക്കാഹ് നടക്കുന്ന സ്ഥലത്ത് നിൽക്കരുത്, അവിടെ ഇരിക്കണം. ഫോട്ടോഗ്രാഫർക്ക് നിൽക്കാം, എല്ലാവരും ഫോട്ടോഗ്രാഫർ ആകും ചെയ്യരുത്. അങ്ങനെ ഉണ്ടല്ലോ, മൊബൈലുള്ളവരൊക്കെ ഫോട്ടോഗ്രാഫർമാർ, അങ്ങനെയല്ലല്ലോ. ഫോട്ടോ എടുക്കുക, ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓടുക്കുക, ബാക്കിയുള്ളവർ നിക്കാഹിന് സാക്ഷിയാകുക എന്നല്ലാതെ. നിക്കാഹിനൊക്കെ ചെന്നാൽ എല്ലാവരും കാണാം മൊബൈലായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണം. എല്ലാവരും ഫോട്ടോ എടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓടുക്കുക, ബാക്കിയുള്ളവരെല്ലാവരും ഇരിക്കുമ്പോൾ 2 സ്ഥലത്ത് നിൽക്കരുത്. അതൊരു വലിയ അപകടമാണ്. ഒന്ന് ഇൽമിൻ്റെ മജ്ലിസിൽ, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇൽമ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം സ്വർഗത്തോപ്പുകളിൽ വെച്ച് ഒരു തോപ്പാകുന്നു. ഇരിക്കുന്ന സ്ഥലം. മറ്റേതിന് മഖാമുൽ ഇൽമ് എന്നാ പറയാം, നിൽക്കുന്ന സ്ഥലത്തിന്. മഖാമുണ്ട് എവിടെ? മക്ബറകൾ മഖാമാണ്, അവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. മജ്ലിസ് ആണ്, മജ്ലിസുൽ ഇൽമ്. 2 സ്ഥലത്താണ് ആകെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞത്. ഒന്ന് മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാകുന്നു. അവിടെയും ശരിക്കുള്ളത് മജ്ലിസുൽ ഇൽമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഫത്തിൻ്റെ അഹ്ലുകാർക്ക് ഇൽമ പറഞ്ഞു കൊടുത്തിരുന്ന സ്ഥലമാണത്, വീടിൻ്റെയും മെമ്പറിൻ്റെ ഇടയിലുള്ള സ്ഥലം. അപ്പോൾ അവിടെ ശരിക്കും ഇൽമിൻ്റെ മജ്ലിസ് തന്നെ ഉള്ളത്. പിന്നെ 2ാമത്തത് മജ്ലിസുൽ ഇൽമുമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ ഇരിക്കണ ആരും ഇഞ്ഞി ഇതുവരെ നിങ്ങൾ അറിയാത്തതുകൊണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഈ ഇരിക്കണ ആരും ഇഞ്ഞി ഇൽമിൻ്റെ മജ്ലിസിൽ നിൽക്കരുത്. ഉള്ള സ്ഥലത്ത് പേപ്പർ ഇട്ടിട്ടാണെങ്കിലും ഇരുന്നിട്ട് നിൽക്കണം. നിക്കാഹിൻ്റെ സദസ്സിൽ നിൽക്കരുത്. കാരണം നിക്കാഹ് എന്ന് പറഞ്ഞത് ഒരു സ്വർഗീയമായ ഇബാദത്താണ്. ആദ്യത്തെ നിക്കാഹ് ആദം വല്ലിപ്പ സ്വർഗത്തു നിന്ന് നടത്തിയതാണ്. അവസാനത്തെ നിക്കാഹ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ വെച്ച് നടത്തുന്ന മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണമാണ്. അതുകൊണ്ട് നിക്കാഹിൻ്റെ മജ്ലിസ് വളരെ പ്രധാനപ്പെട്ട സദസ്സാണ്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ പാടില്ല. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ.
ആമീല്ല അല്ലേ? അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ബറക്കത്തിൻ്റെ വഴികളൊന്നും ഒഴിവാക്കരുത്. അഞ്ചാമത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നന്നായിട്ട് ദ്വാരക്കുക. ബറക്കത്തിൻ്റെ 5-ാം വഴി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നല്ലോണം ദ്വാരക്കണം. നമുക്കിന്ന് ദ്വാരക്കാൻ ഭയങ്കര മടിയാണ്. ദ്വാരക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക, എന്നാലും നമുക്ക് ഒഴിവില്ല. അങ്ങനെയാണ്. ദ്വായുണ്ട്, മജ്ലിസുന്നൂറുണ്ട്, ദ്വായുണ്ട് പറഞ്ഞാൽ ദ്വാരക്കാൻ കൊടുക്കണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം കേട്ടോ. നമുക്കതിന് ഒഴിവില്ല ദ്വാരക്കാൻ. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കൊടുത്തോളാം, എന്നാലും ദ്വാരക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്ക് മക്കളുടെ ദ്വാൻ്റെ അത്ര ഇജാബത്തുള്ള വേറൊരു ദ്വാ ഇല്ല. ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള ദ്വാ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നടത്തുന്ന ദ്വായാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നന്നായിട്ട് ദുആ ചെയ്യണം. 5-ാമത്തെ കാര്യം ദ്വായാണ്.